നിയോജക മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി തമ്പി മേട്ടുതറയുടെ പ്രചരണ പരിപാടികളുടെ ഭാഗമായി റോഡ് ഷോ നടത്തി. കായംകുളം നഗരസഭാ പ്രദേശത്തും മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലും പര്യടനം എത്തി. കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി തമ്പി മേട്ടുതറ മണ്ഡലത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രചരണ പരിപാടി നടത്തി. ഇതിനോടനുബന്ധിച്ച് റോഡ് ഷോ സംഘടിപ്പിച്ചു. പുതിയിടം ക്ഷേത്രത്തിനടുത്തുള്ള എൻ.ഡി.എയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്. കായംകുളം നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങൾ, മണ്ഡല പരിധിയിലുള്ള പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ റോഡ് ഷോ പര്യടനം നടന്നു. എൻ.ഡി.എ നേതാക്കളായ പാറയിൽ രാധാകൃഷ്ണൻ, പാലമുറ്റത്ത് വിജയകുമാർ, മഠത്തിൽ ബിജു, ആർ വിനോദ്, ആമ്പക്കാട് ബിജു, ബിപിൻ രാജ്, പി.എസ്. ബേബി, പ്രദീപ് ലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കായംകുളത്തെ വികസന മുരടിപ്പിന് മാറ്റമുണ്ടാക്കാനാണ് എൻ.ഡി.എ മത്സരരംഗത്തേക്ക് എത്തിയതെന്നും കായംകുളത്തു നിന്നും വിജയിച്ച മുൻ ജനപ്രതിനിധികൾ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല എന്നും കായംകുളം താലൂക്ക് ഉൾപ്പെടെ ഇപ്പോഴും നടക്കാത്ത സ്വപ്നമായി മാറിയിരിക്കുകയാണെന്നും തമ്പി മേട്ടുതറ പറഞ്ഞു. കായംകുളത്തിന് പുറത്തുള്ളവരാണ് മിക്കപ്പോഴും എം.എൽ.എമാരായി എത്തുന്നത്. അത് തന്നെ നാടിന്റെ വികസനത്തിന് ദോഷം ചെയ്യുന്നുണ്ടെന്നും തമ്പി മേട്ടുതറ പറഞ്ഞു. നമുക്കറിയാം, കായംകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കായംകുളം താലൂക്കായിരുന്നു. എത്ര വർഷമായിട്ടാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന എം.എൽ.എമാർ, നേരത്തെ ഇരുന്നവരും അതിന് മുമ്പ് ഇരുന്നവരുമൊക്കെ തന്നെ, കായംകുളം താലൂക്ക് എന്തേ? കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ അതെന്തേ? ഈ കായംകുളം നിയോജകമണ്ഡലത്തിലുണ്ടായിരുന്ന കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ അതിപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കായംകുളം താലൂക്ക് ഉടനെ നിർമ്മിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിവിൽ സ്റ്റേഷൻ ഇവിടെ ഉടനെ നിർമ്മിച്ചു വച്ചിട്ടുണ്ട്. ആ സിവിൽ സ്റ്റേഷനിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്തുകൊണ്ട് അതിന് ഇൻഫ്രാസ്ട്രക്ചർ അടക്കമുള്ളത് ചെയ്താൽ മാത്രം മതി? എന്തുകൊണ്ട് താലൂക്ക് പ്രഖ്യാപിക്കുന്നില്ല? താലൂക്ക് പ്രഖ്യാപനം നടക്കുന്നു, താലൂക്ക് ഫലത്തിൽ വരുന്നില്ല. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടണം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ വികസനം മാത്രമാണ്. അത് അഴിമതിരഹിതമായ വികസനം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. കായംകുളത്തിൻ്റെ വികസനം മാത്രമാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനമായി ഞങ്ങൾ ഉന്നയിക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാൻ പോകുന്ന കാര്യം. ഈ കായംകുളം എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് പുറത്തു നിന്നുള്ള എം.എൽ.എമാരാണ് കായംകുളത്ത് വന്നു പോകുന്നത്. പ്രവാസികളായിട്ടുള്ളവർക്ക് സ്ഥിരമായി വന്നു പോകുന്ന ഒരു സ്ഥലമായി കായംകുളം മാറിയിരിക്കുന്നു. നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കേ, അത് മാറ്റണം. കായംകുളത്തെ ജനങ്ങൾക്ക് കായംകുളത്തിൻ്റെ വികസനത്തിനനുസരിച്ച് കായംകുളത്തിൻ്റെ പൾസ് അറിയുന്ന ഒരു എം.എൽ.എ ഉണ്ടാവണം. CT News കായംകുളം.